നമസ്കാരം. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയായ ഹോർമുസിൽ ഇറാൻ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ആഗോള സാമ്പത്തിക ക്രമത്തെ തന്നെ മാറ്റിമറിക്കുകയാണ്. വെറുമൊരു നാവിക പാത എന്നതിലുപരി ഭൗമരാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയാനുള്ള ഒരു ടോൾ ബൂത്തായി ഇറാൻ ഈ പ്രദേശത്തെ മാറ്റിയിരിക്കുകയാണ്. ഫെബ്രുവരി 28 തുടങ്ങിയ US-ഇസ്രയേൽ യുദ്ധത്തിന്റെ അനന്തര ഫലങ്ങൾ ഇന്ന് ഓരോ രാജ്യത്തെയും സാധാരണക്കാരന്റെ അടുക്കളയിൽ വരെ പ്രതിഫലിക്കുന്നുണ്ട്. ലോകത്തിലെ എണ്ണവാതക വിതരണത്തിന്റെ 20% കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്ക് ഇറാൻ ഭാഗികമായി അടച്ചതോടെ പതിറ്റാണ്ടുകളിലെ ഏറ്റവും വലിയ ഊർജ പ്രതിസന്ധിക്കാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. എണ്ണ ബാരലിന് $100 കടന്നതോടെ ആഗോള സാമ്പത്തിക മാന്ദ്യം എന്ന ഭീതി പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന കപ്പലുകളെ നിയന്ത്രിക്കുവാനും അവരിൽ നിന്നും നികുതി ഈടാക്കുവാനും ഇറാൻ ആവിഷ്കരിച്ച അനൌദ്യോഗിക സംവിധാനമാണ് ടോൾ ബൂത്ത്. ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് ആണ് ഈ ചെക്ക് പോസ്റ്റ് നിയന്ത്രിക്കുന്നത്. ഷിപ്പിംഗ് ജേണലായ ലോഡ്സ് ലിസ്റ്റ് പുറത്തുവിട്ട കണക്കനുസരിച്ച് അല്ലെങ്കിൽ വിവരമനുസരിച്ച് ഇറാൻ പാർലമെന്റ് ഇതിനായുള്ള നിയമനിർമ്മാണം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ പ്രായോഗികമായി ഈ സംവിധാനം നടപ്പിലാക്കി കഴിഞ്ഞു എന്നാണ്. തങ്ങളുടെ സമുദ്ര അതിർത്തിയിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കുന്നതിന് പകരമായി സുരക്ഷാ നികുതി വാങ്ങുന്നത് സ്വാഭാവികമായ കാര്യമെന്നാണ് ഇറാന്റെ വാദം. ഒരു കപ്പലിന് ഹോർമൂസ് കടലിടുക്ക് കടക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ ചില കടമ്പകൾ കടക്കേണ്ടതുണ്ട്. കപ്പൽ ഉടമകൾ IRGCയുമായി ബന്ധമുള്ള ഇടനിലക്കാർ വഴി കപ്പലിന്റെ പൂർണ്ണ വിവരങ്ങൾ സമർപ്പിക്കണം. സമർപ്പിച്ച വിവരങ്ങൾ IRGC നേവി കമാൻഡർ പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നു. പരിശോധനയിൽ തൃപ്തരായാൽ കപ്പലിന് ഒരു പ്രത്യേക കോഡും സഞ്ചരിക്കേണ്ട പാതയും നൽകും. കടലിടുക്കിൽ പ്രവേശിക്കുമ്പോൾ IRGC കമാൻഡർ VHF റേഡിയോ വഴി ക്ലിയറൻസ് കോഡ് ചോദിക്കും. അനുമതി ലഭിച്ച കപ്പലുകളെ ഇറാന്റെ ബോട്ടുകൾ ലാരക് ദ്വീപിന് ചുറ്റുമുള്ള സമുദ്രഭാഗത്തുകൂടി സുരക്ഷിതമായി നയിക്കുന്നു. ഈ നിയമങ്ങൾ പാലിക്കാത്ത കപ്പലുകളെ ഇറാൻ തിരിച്ചയക്കുകയോ തടഞ്ഞു വെക്കുകയോ ചെയ്യുന്നു. സെലിൻ എന്ന കണ്ടെയ്നർ കപ്പലിനെ ഇത്തരത്തിൽ തിരിച്ചയച്ചത് ഇതിന് ഉദാഹരണമാണ്. യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപുള്ളതിനേക്കാൾ 40% വർധനവാണ് എണ്ണവിലയിൽ ഉണ്ടായിരിക്കുന്നത്. ലോകത്തിലെ പ്രധാന എണ്ണ ഉൽപാദകരായ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുമുള്ള ഏക കയറ്റുമതി പാതയാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഹോർമുസിലെ ഓരോ ചലനവും വിപണിയെ ബാധിക്കുന്നത്. നിലവിൽ ഏതാണ്ട് 2000 കപ്പലുകളാണ് ഹോർമുസിന്റെ ഇരുവശത്തുമായി കുടുങ്ങിക്കിടക്കുന്നത്. ദൂരെ കൂടുതൽ ഭയന്ന് പല കപ്പലുകളും മറ്റു പാതകൾ തിരഞ്ഞെടുക്കാൻ മടിക്കുന്നത് പ്രതിസന്ധി രൂക്ഷമാക്കുന്നു. പല ഏഷ്യൻ രാജ്യങ്ങൾക്കും ഇതിനകം തന്നെ ഇന്ധന റേഷനിങ് ഏർപ്പെടുത്തുകയും വ്യാവസായിക ഉൽപാദനം വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാൻ എല്ലാ രാജ്യങ്ങളെയും ഒരുപോലെ അല്ല പരിഗണിക്കുന്നത്. അമേരിക്കയെയും സഖ്യകക്ഷികളെയും ഹോർമുസ് പാതയിൽ നിന്നും ഇറാൻ വിലക്കിയിട്ടുണ്ട്. എന്നാൽ തങ്ങളോട് സൗഹൃദപരമായ സമീപനം സ്വീകരിക്കുന്ന രാജ്യങ്ങൾക്ക് ഇറാൻ ഇളവുകൾ നൽകുന്നു. ചൈനീസ് കപ്പലുകൾ ചൈനീസ് കറൻസിയായ യുവാൻ ഉപയോഗിച്ച് ടോൾ നൽകി പാത ഉപയോഗിക്കുന്നതായാണ് റിപ്പോർട്ട്. ഇന്ത്യൻ കപ്പലുകൾ പാത ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും ഇറാൻ ആവശ്യപ്പെട്ട രീതിയിലുള്ള പണമടയ്ക്കലുകൾ നടത്തിയിട്ടില്ല എന്നാണ് ഇന്ത്യൻ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വിശദീകരണം. രാജ്യാന്തര നിയമപ്രകാരം പാത ഉപയോഗിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ട് എന്ന നിലപാടാണ് ഇന്ത്യയുടേത്. മലേഷ്യ, ദക്ഷിണ കൊറിയ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിലെ ചില കപ്പലുകൾക്കും ഇറാൻ അനുമതി നൽകിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിന്റെ വീതി കുറഞ്ഞ ഭാഗം ഇറാന്റെയും ഒമാന്റെയും സമുദ്ര അതിർത്തിയിലാണ് വരുന്നത്. തങ്ങളുടെ അതിർത്തിക്കുള്ളിൽ പൂർണ്ണമായ പരമാധികാരമുണ്ട് എന്നും യുദ്ധ സാഹചര്യത്തിൽ സുരക്ഷ ഉറപ്പാക്കാൻ നിയന്ത്രണങ്ങൾ അനിവാര്യമാണ് എന്നാണ് ഇറാൻ വാദിക്കുന്നത്. തങ്ങളെ ആക്രമിക്കുന്ന രാജ്യങ്ങൾക്കെതിരെയുള്ള സാമ്പത്തിക യുദ്ധത്തിന്റെ ഭാഗമായാണ് ഈ നടപടിയെന്നും ഇറാൻ ന്യായീകരിക്കുന്നു. അബുദാബി സ്റ്റേറ്റ് ഓയിൽ കമ്പനി CEO സുൽത്താൻ അൽ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ലോകത്തിന്റെ ഊർജ വിതരണത്തെ ബന്ദിയാക്കുന്നതിലൂടെ ഓരോ സാധാരണക്കാരുടെയും പോക്കറ്റിൽ നിന്നാണ് ഇറാൻ പണം തട്ടുന്നത് എന്നാണ് വ്യാപകമായ വിമർശനം. ഇതിനിടെ ഹൂത്തി വിമതരും ചെങ്കടലിൽ സമാനമായ രീതിയിൽ കപ്പലുകളിൽ നിന്നും പണം ഈടാക്കുന്നതായും ഐക്യരാഷ്ട്രസഭയിൽ റിപ്പോർട്ടുകളുണ്ട്. ഈ മേഖലയിൽ കപ്പൽ ഗതാഗതം കൂടുതൽ അപകടത്തിലാണെന്നും ഹോർമുസ് കടലിടുക്ക് കേവലം ഒരു ജലപാത മാത്രമല്ലെന്നും മറിച്ച് ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ ജീവനാഡിയാണ്. ഇറാൻ അവിടെ നിർമ്മിച്ചിരിക്കുന്ന ഈ അദൃശ്യ ടോൾ ബൂത്ത് കേവലം പണമുണ്ടാക്കാനുള്ള മാർഗമല്ല, മറിച്ച് ലോകരാഷ്ട്രങ്ങളെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഭൗമരാഷ്ട്രീയമായ ആയുധമാണ്. ഈ തർക്കം നീണ്ടുപോയാൽ ലോകം കാണാൻ പോകുന്നത് കടുത്ത ദാരിദ്ര്യവും സാമ്പത്തിക തകർച്ചയുമായിരിക്കും. ചർച്ചകളിലൂടെയും നയതന്ത്ര നീക്കങ്ങളിലൂടെയും ഹോർമുസിലെ കുരുക്ക് അഴിച്ചില്ല എങ്കിൽ ആഗോള സമ്പദ് വ്യവസ്ഥയുടെ എഞ്ചിൻ നിലച്ചു പോകുന്ന അവസ്ഥ സംജാതമാകും.